മറ്റു വാർത്തകളിലേക്ക് കൂടി എത്തുമ്പോൾ ഡൽഹിയിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. ഇന്നലെ രാത്രിയിൽ JP നദ്ദയുടെ അധ്യക്ഷതയിൽ BJP ദേശീയ ജനറൽ സെക്രട്ടറിമാരുടെ യോഗം നടന്നു. BJP നിയമസഭാ കക്ഷിയോഗം ഉടൻ ചേർന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. 20-നകം സത്യപ്രതിജ്ഞ നടക്കുമെന്ന് BJP നേതാക്കൾ അറിയിച്ചു. ഗൗതം അനന്ത നാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗൗതം, 20-നകം തന്നെ സത്യപ്രതിജ്ഞ നടക്കും എന്ന് പറയുമ്പോൾ ഏതാണ്ട് മുഖ്യമന്ത്രി പദം ആര് അലങ്കരിക്കുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നായിരിക്കും ഈ പ്രഖ്യാപനം ഉണ്ടാവുക? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ? BJP ദേശീയ ജനറൽ സെക്രട്ടറിമാരുടെ ഒരു നിർണായക യോഗം നടന്നു. പാർട്ടി ആസ്ഥാനത്ത് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ നേതൃത്വത്തിലാണ് ഈ യോഗം നടന്നത്. 6 ജനറൽ സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുത്തു. ഒപ്പം ഡൽഹി വിഷയവും BJPയുടെ അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന പുനഃസംഘടനാ വിഷയങ്ങളും ചർച്ചയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഡൽഹിയിലെ മുഖ്യമന്ത്രി സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഇനിയും വൈകില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഫ്രാൻസ് US പര്യടനത്തിന് ശേഷം ഇന്നലെ മടങ്ങി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ വളരെ വേഗത്തിൽ തന്നെ ഇനിയും സത്യപ്രതിജ്ഞയുടെ തീയതി BJP നേതൃത്വം അറിയിക്കും. ഒപ്പം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത് BJPയുടെ നിയമസഭാ കക്ഷി യോഗമാണ്. ഒരുപക്ഷെ നാളെ ഈ യോഗം നടക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. നിയമസഭാ കക്ഷി യോഗത്തിന് 2 കേന്ദ്ര നിരീക്ഷകരെ ഇനിയും നിയോഗിക്കേണ്ടതുണ്ട്. അത് BJP ദേശീയ നേതൃത്വമാണ് നിയോഗിക്കുക. ആ 2 നിരീക്ഷകരുടെ നേതൃത്വത്തിലാകും യോഗം നടക്കുന്നത്. ഒരുപക്ഷെ നാളെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് തങ്ങളുടെ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഗൗതം, ഈ പേരുകൾ കേൾക്കുന്നുണ്ടാകുമല്ലോ, സാധ്യത പട്ടികകൾ. മാത്രമല്ല ആരാകും മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ തന്നെ കൂടുതൽ പേരുകൾ പുറത്തേക്ക് വരുന്ന ഒരു ഘട്ടം കൂടിയാണല്ലോ. മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകുമെന്നിങ്ങനെയൊക്കെ. ദേവിക, ഈ BJPയെ സംബന്ധിച്ചിടത്തോളം പേരുകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. അതായത് പൊതുവെ നമ്മൾ കാണുന്ന ഒരു ശൈലി, BJPയുടെ സംഘടനാ സംവിധാനം അത്രത്തോളം ശക്തമാണ്. അതിനകത്ത് നടക്കുന്ന തീരുമാനങ്ങൾ ഒരു മാധ്യമങ്ങൾക്കും വാർത്തയായി ലഭിക്കാറില്ല. മറിച്ച് പല പേരുകൾ, ആ കാര്യപ്രാപ്തിയുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദം ഏൽപ്പിക്കാൻ പറ്റുന്ന നേതാക്കളുടെ പേരുകളാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ആരാകുമെന്നത് സംബന്ധിച്ചുള്ള തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടങ്ങുന്ന BJPയുടെ പാർലമെന്ററി ബോർഡിന് മാത്രമാണ് അറിയാവുന്നത്. അതിനാൽ തന്നെ നിയമസഭാ കക്ഷി യോഗത്തിൽ പേര് പ്രഖ്യാപിക്കുന്നത് വരെ BJPയുടെ മുഖ്യമന്ത്രി ആരാകുമെന്നത് സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് ഒരു മാധ്യമങ്ങൾക്കോ മറ്റാർക്കും അതുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളുണ്ട്. അതിപ്പോൾ ജനക്പുരിയിൽ നിന്നുള്ള MLAയും ജമ്മു കാശ്മീരിന്റെയും ഗോവയുടെയും BJPയുടെ പ്രഭാരിയായ ആശിഷ് സൂഡിന്റെ പേര് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ രേഖ ഗുപ്തയെ പോലെ വനിതാ മുഖമാണ് വരുന്നതെങ്കിൽ, ഒരുപക്ഷെ ഒരു വനിതാ മുഖ്യമന്ത്രി വരട്ടെ എന്ന തീരുമാനമാണെങ്കിൽ അതിൽ രേഖ ഗുപ്ത, അതോടൊപ്പം തന്നെ ശിഖ റോയി തുടങ്ങിയ നേതാക്കളുടെ പേരുകൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫേസിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മയുടെ പേരുകളുണ്ട്. അങ്ങനെ പേരുകൾ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നതിലുപരി ഇതിൽ ആരാകുമെന്നത് സംബന്ധിച്ചൊരു ധാരണ ഇപ്പോൾ വരുന്നില്ല. അത് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം മാത്രമേ അത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകൂ. അത് പുറത്തേക്ക് വരൂ. ദേവി.